അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുർആനിലെ 10ാമത്തെ സൂറത്തായ സൂറത്ത് യൂനുസിന്റെ പഠനമാണ് ഇന്നു മുതൽ ആരംഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. സൂറത്തിന്റെ ആമുഖമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. യൂനുസ് നബിയുടെ പേരാണ് ഈ സൂറത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. യൂനുസ് നബിയാണ് ഈ സൂറത്തിന്റെ മുഖ്യ പ്രതിപാദ്യ വിഷയം എന്നതുകൊണ്ടോ യൂനുസ് നബിയുടെ ചരിത്രം വിശദമായി പ്രതിപാദിക്കുന്നതുകൊണ്ടോ ഒന്നുമല്ല അദ്ദേഹത്തിന്റെ പേര് ഈ സൂറത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. മറിച്ച് യൂനുസ് എന്ന പേര് യൂനുസ് നബിയുടെ ജനതയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഒരു തവണ പരാമർശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആനിലെ ചില സൂറത്തുകൾക്ക് ആ സൂറത്തിലെ ഒരു വാക്ക് പേരായി നൽകാറുണ്ട്. ആ സൂറത്തിന്റെ ഉള്ളടക്കം ആ പേരുമായി ബന്ധപ്പെട്ടതാവണമെന്നില്ല. ഉദാഹരണം, സൂറത്തുൽ ബഖറക്ക് പശു അൽ ബക്കറ എന്നാണ് പേര് നൽകപ്പെട്ടിട്ടുള്ളത്. സൂറത്തിൽ പശു എന്ന പരാമർശം വന്നു എന്നല്ലാതെ ആ സൂറത്തിന്റെ ഉള്ളടക്കം മുഴുവൻ പശുവെക്കുറിച്ചുള്ളതല്ല. എന്നാൽ മറ്റു ചില സൂറത്തുകളുടെ പേരുകൾ ആ സൂറത്തിന്റെ ഉള്ളടക്കത്തിനനുസരിച്ച് തന്നെയായിരിക്കും. ഉദാഹരണത്തിന് സൂറത്ത് യൂസുഫ്. സൂറത്ത് യൂസുഫിൽ മുഖ്യമായും യൂസുഫ് നബിയുടെ ചരിത്രം വിവരിക്കുകയാണ്. പ്രവാചകന്മാരുടെ പേര് നൽകപ്പെട്ട 6 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. അതിൽ ആദ്യത്തേതാണ് സൂറത്ത് യൂനുസ്. ഇബ്രാഹിം, യൂസുഫ്, ഹൂദ്, നോഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങിയ പ്രവാചകന്മാരുടെ പേരിലാണ് മറ്റ് 5 സൂറത്തുകളുള്ളത്. ഇതിൽ സൂറത്ത് മുഹമ്മദ് ഒഴികെയുള്ള പ്രവാചകന്മാരുടെ പേരിലുള്ള എല്ലാ സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്താണ് ഇറങ്ങിയത് എന്ന് അതു സംബന്ധമായ നിവേദനങ്ങളിൽ നിന്നും ആ സൂറത്തുകളുടെ ഉള്ളടക്കത്തിൽ നിന്നും മനസ്സിലാവുന്നു. നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്ന സൂറത്ത് യൂനുസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്താണ് അവതരിച്ചത്. ഈ സൂറത്ത് മുഴുവനും ഒരേ കാലത്ത് അവതരിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ഒറ്റയടിക്ക് സൂറത്ത് മുഴുവനും ഇറങ്ങിയതോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായി സൂറത്ത് മുഴുവനും ഇറങ്ങിയതോ ആവാം. ഇനി അങ്ങോട്ട് തുടർച്ചയായി വരുന്ന 14 സൂറത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതകാലത്ത് ഇറങ്ങിയതാണ്. മക്കയിൽ ഇറങ്ങിയ സൂറത്തുകളിൽ അള്ളാഹു ഏകനാണെന്നതിനുള്ള തെളിവുകളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണെങ്കിലും അദ്ദേഹത്തെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചതാണെന്നും ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം മരണമില്ലാത്ത ഒരു ശാശ്വത ജീവിതമുണ്ടെന്നുമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെയും മനുഷ്യൻ നേരിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളല്ല, അദൃശ്യ കാര്യങ്ങളാണ്. അള്ളാഹുവിനെ മനുഷ്യൻ നേരിൽ കണ്ടിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പ്രവാചകനായി നിശ്ചയിച്ചതിന് സാക്ഷികളായി മനുഷ്യരുടെ കൂട്ടത്തിൽ ആരുമില്ല. പരലോകവും സ്വർഗവും നരകവും ഒന്നും മനുഷ്യരാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ അദൃശ്യമായ കാര്യങ്ങളാണ്. എന്നാൽ ഇതിലൊക്കെ വിശ്വസിക്കാൻ പോന്ന സാഹചര്യ തെളിവുകൾ മനുഷ്യർക്ക് മുമ്പിലുണ്ട്. ഈ സാഹചര്യ തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മനുഷ്യന് അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഗ്രഹിച്ച് വിശ്വാസികളാവണമെന്ന് മനുഷ്യനോട് പറയുന്നത്. അക്കാര്യങ്ങളാണ് മക്കി സൂറകളുടെ പ്രധാന ഉള്ളടക്കം. അള്ളാഹു ഉണ്ട് എന്നതിന് ഈ പ്രപഞ്ചം ആര് സൃഷ്ടിച്ചു എന്ന് മനുഷ്യൻ തൻ്റെ ചുറ്റുപാടുകൾ നോക്കി ഒന്ന് ചിന്തിച്ചാൽ മതി. ഇതിനു പിന്നിൽ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് ബോധ്യപ്പെടും. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ ആർക്കെങ്കിലും പങ്കുള്ളതായി മനുഷ്യന് അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ ആ അദൃശ്യ ശക്തി ഏകനാണെന്ന് വേദഗ്രന്ഥത്തിൽ പറയുന്നത് വിശ്വസിക്കാൻ ആ ശക്തിയെ നേരിൽ കാണണമെന്നില്ല. മനുഷ്യന് അങ്ങനെ ചിന്തിക്കാൻ വെളിച്ചം നൽകുന്ന തെളിവുകളാണ് മക്കി സൂറത്തുകളിൽ പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് വിശ്വസിക്കുകയില്ല എന്നോ അള്ളാഹു ഏകനായ ദൈവമല്ല എന്നോ പറയാൻ ന്യായമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം വിശ്വസ്തനായ ഒരു മനുഷ്യനെ മക്കയിലുള്ള മനുഷ്യർ അന്നോളം കണ്ടിട്ടില്ല. അത്രക്കും സത്യസന്ധനായ മനുഷ്യൻ താൻ ദൈവത്തിൽ നിന്ന് വെളിപാട് ലഭിച്ച പ്രവാചകനാണെന്ന് പറയുന്നു. അതിന് തെളിവായി വേദഗ്രന്ഥം കൊണ്ടുവരുന്നു. ആ വേദഗ്രന്ഥം അമാനുഷികമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ വെല്ലാൻ പോന്ന ഒരു അധ്യായമെങ്കിലും മനുഷ്യന് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് വെല്ലുവിളിക്കുന്നു. ഇതൊക്കെയും മനുഷ്യന് ഈ പ്രവാചകനിൽ വിശ്വസിക്കാനുള്ള തെളിവുകളാണ്. എന്നിട്ടും അള്ളാഹു നേരിട്ട് വന്ന് പ്രവാചകനെ നിശ്ചയിക്കുന്നത് ഞങ്ങൾക്ക് കാണണം, എങ്കിലേ ഞങ്ങൾ ഒരു മനുഷ്യനെ പ്രവാചകനായി അംഗീകരിക്കൂ എന്ന് പറയുന്നത് ധിക്കാരമാണെന്ന് മക്കി സൂറകളിൽ പറയുന്നു. ഈ ലോകത്തെ ജീവിതം അസന്തുലിതമാണ്. ചിലർ പണക്കാർ, ചിലർ പട്ടിണിക്കാർ, ചിലർ അധികാരികൾ, ചിലർ അക്രമികൾ, ചിലർ പീഡിപ്പിക്കപ്പെടുന്നവർ, ചിലർ കുറച്ചുകാലം ജീവിക്കുന്നു, ചിലർ കൂടുതൽ കാലം ജീവിക്കുന്നു. എന്നാൽ എല്ലാവരും മരിച്ചു പോകുന്നു.
ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നുവെങ്കിൽ ഈ ലോക ജീവിതം ഒരു പരീക്ഷണമാണെന്ന് വേദഗ്രന്ഥത്തിലൂടെ അറിയിക്കുന്നത് വിശ്വസിക്കാൻ മനുഷ്യൻ മടിക്കുന്നതെന്തിനാണ്? എല്ലാവർക്കും നീതി ലഭിക്കുന്ന ശാശ്വതമായ ഒരു ലോകമുണ്ടെന്ന് വിശ്വസിക്കാൻ അത് നേരിൽ കണ്ട് ബോധ്യപ്പെടണമെന്ന് പറയുന്നത് സത്യനിഷേധമാണെന്ന് മക്കീ സൂറകളിൽ പറയുന്നു. മുൻവിധിയില്ലാതെ പക്ഷപാത മനസ്സില്ലാതെ തുറന്ന മനസ്സോടെ മക്കീ സൂറകളിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് അത് സത്യമാണെന്ന് ബോധ്യപ്പെടും. സൂറത്ത് യൂനുസ് മക്കീ സൂറയാണ്. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ സൂറത്തിലും പ്രതിപാദിക്കുന്നത്. നോഹ് നബിയുടെയും മൂസാ നബിയുടെയും ജനതയുടെ കഥകൾ ഈ സൂറത്തിൽ പറയുന്നു. മക്കയിലെ ബഹുദൈവാരാധകർ പ്രവാചകനെയും പരലോകത്തെയും നിഷേധിച്ചതുപോലെയാണ് നോഹ് നബിയുടെയും മൂസാ നബിയുടെയും ജനത അവരുടെ പ്രവാചകന്മാരെ നിഷേധിച്ചത്. ആ നിഷേധികളെ അള്ളാഹു വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു. അതിന് അള്ളാഹുവിന് ഒരു പ്രയാസവും ഉണ്ടായില്ല. ഈ മക്കയിലെ നിഷേധികളും ആ ജനതകളുടെ അതേ നിലപാട് തന്നെ സ്വീകരിക്കുകയാണെങ്കിൽ അവരെ നശിപ്പിക്കാനും അള്ളാഹുവിന് പ്രയാസമില്ല എന്ന സന്ദേശമാണ് ഇതിലൂടെ മക്കയിലെ നിഷേധികൾക്ക് അള്ളാഹു നൽകുന്നത്. ഒടുവിൽ ശിക്ഷ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല എന്ന മുന്നറിയിപ്പ് നൽകുന്നു. ഏറ്റവും വലിയ ധിക്കാരിയായി ജീവിച്ച ഫിർഔന്റെ അന്ത്യം ഇതിനുദാഹരണമായി ഈ സൂറത്തിൽ പറയുന്നു. എത്ര വലിയ അഹങ്കാരിയായിരുന്നു അയാൾ! അവസാനം രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വാവിട്ട് കരഞ്ഞുകൊണ്ടല്ലേ മുങ്ങി മരിച്ചത്. ഇതിൽ നിന്ന് നിഷേധവും ധിക്കാരവും തുടരുന്നവർ പാഠം പഠിക്കണമെന്നാണ് ഈ സൂറത്ത് നിഷേധികളായ മനുഷ്യരോട് പറയുന്നത്. ഈ സൂറത്തിൽ 109 ആയത്തുകളാണ്. ഇൻഷാ അള്ളാഹ് 1.5 മാസം കൊണ്ട് ഈ സൂറത്തിന്റെ പഠനം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കരുതുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.